ഇൻസുലിൻ ആണ് ഫാറ്റ് ലോസിന് തടസ്സം സൃഷ്ടിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഇൻസുലിനെ കൺട്രോൾ ചെയ്യാമെന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് സ്ട്രക്ചേർഡ് ആയിരിക്കുന്ന ഒരു മീൽ പ്ലാനിംഗ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായ അളവിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഉണ്ടായിരിക്കാൻ പാടില്ല, എന്തൊക്കെ കൂടുതൽ വേണം, എന്തൊക്കെ കുറച്ച് വേണം, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പ്രോട്ടീൻ്റെ അളവാണ്. എല്ലാ ന്യൂട്രിയൻസിലും വെച്ച് പ്രോട്ടീൻ കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇൻസുലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. കാരണം ഇൻസുലിൻ, മസിൽ, അതുപോലെ തന്നെ ഫാറ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ മസിൽ ഡാമേജ് ചെയ്യാതെ നമുക്ക് ഫാറ്റ് കുറക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് പ്രോട്ടീൻ്റെ പ്രാധാന്യം. മൂന്നാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്ലീപ്പ് മിനിമം 7 മണിക്കൂർ ഉറങ്ങാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. നാലാമതായിട്ട് റിഫൈൻഡ് കാർബ്സ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ പോളിഷ് ചെയ്യാത്ത ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന വൈറ്റ് റൈസ് ഒക്കെ പോളിഷ് ചെയ്താണ്. അത് ചോറ് മാത്രമല്ല, നമ്മൾ പുട്ട്, ദോശ, ഇഡ്ഡലി അതൊക്കെ പോളിഷ് ചെയ്ത റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം. ഓക്കെ. അടുത്തത് സ്ട്രെസ് അഥവാ ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പോൾ സ്ട്രെസ്, ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കൃത്യമായി മെഡിറ്റേഷൻ പോലെയുള്ള ചില പ്രാക്ടീസുകൾ നമ്മൾ ആരംഭിക്കണം. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസുലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ഫിറ്റ് കേരള മിഷന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഫാറ്റ് കുറക്കാൻ, ഇൻസുലിനെ ബാലൻസ് ചെയ്ത് ഫാറ്റ് കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ മിഷൻ എന്ന് കമൻറ്റ് ചെയ്യുക.